എന്തെങ്കിലും രാവിലെ നാസ്തയോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ വേണ്ടി ഒരുപാട് കടകൾ നോക്കിയിട്ടുണ്ടോ? എല്ലാ കടകളും പൂട്ടിക്കിടക്കണം. കണ്ടില്ലേ മലയാളിയാ? അതെ 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 അതെ. എന്താ പേരെന്താ? അദ്ദേഹം ജനിച്ചത് ഞാൻ മെഡിറ്റേഷൻ ചെയ്തതും ഇവിടെ തന്നെയാണ്. ഏതാണ്ട് ടൈഗർ നെസ്റ്റിൻ്റെ അടുത്തെത്തി. നമ്മൾ അവിടെ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ കാണുന്നത് ക്യാൻറ്റീനാണ്. ഇങ്ങനെ കയറി വന്ന് അവിടെ മുകളിൽ വന്ന് അവിടെ ഞാൻ നേരത്തെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആ റൂം അവിടെയാണ്. അങ്ങനെ താഴെ ഇറങ്ങി വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഭയങ്കര ക്രൗഡാണ്. ഇങ്ങനെ വന്ന് വെള്ളച്ചാട്ടത്തിൽ വെള്ളച്ചാട്ടത്തിന് കയറി മുകളിലേക്ക് വന്ന് ടൈഗർ നെസ്റ്റ്. ഇവരാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ഗസ്റ്റ്. കിച്ചൺ ടു കാശ്മീർ. ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ശബരീഷ്. ഇതെൻ്റെ അമ്മയാണ്. എൻ്റെ പേര് വൃന്ദ. ഇതെൻ്റെ മോനാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് 41 ദിവസമായി. ഇന്ത്യയിലെ ഒരുവിധം സ്റ്റേറ്റ് കവർ ചെയ്തു. ഇനി നേപ്പാൾ കഴിഞ്ഞു, ഇപ്പം ഭൂട്ടാൻ എത്തി. ഇന്ന് ഭൂട്ടാനിൽ നമ്മൾ ഇറങ്ങും. താഴെ ഇന്ത്യയിലേക്ക് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്ക് പോകും. ഇന്ന് നമ്മൾ പാറോ പോവാണ്. നമ്മളെല്ലാവരും കൂടെ പാറോയിൽ പോയിട്ട് അവിടുന്ന് ടൈഗർ നെസ്റ്റ് കയറും. എന്തായാലും നമ്മൾ രണ്ടും കയറുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞാനും അതെ ഞാനും കേറും. പക്ഷെ പതിവ് പോലെ തന്നെ 50-50 തീരുമാനിക്കും അവിടെ ചെന്നിട്ട് കയറണോ വേണ്ടോ എന്നുള്ള കാര്യം. കയറും. പക്ഷെ നമ്മൾ ഉറപ്പാണ് അല്ലേ, കേറിയിരിക്കും. നിങ്ങളായാലും ഇനി വരുമ്പോൾ അമ്പലത്തിന് 2 നില താഴെ ഒരു കേവ് ഉണ്ട്, അവിടെയും കൂടെ കയറാൻ ശ്രമിക്കുക. നല്ലതാണ്. നമ്മൾ രണ്ടുപേരും ടീഷർട്ടിലാണ്. തണുത്ത് കുറച്ച് നിൽക്കുക, അനങ്ങാതിരിക്കുന്നത്. പൊതുവെ ഒരു കൂൾ ക്യാരക്ടറാണ്, പക്ഷെ കാണുമ്പോ ഒരല്ല ആള്. അത് ശരി, നമുക്ക് പാറോ ടൈഗർ നെസ്റ്റ് വെച്ച് കാണാം. നമ്മളുടെ നെക്സ്റ്റ് ടീം ഇവിടെ എത്തി. വെസ്റ്റ് ബംഗാൾ ടീംസ് റെഡി? ഗുഡ് മോർണിംഗ്. നമുക്ക് എല്ലാവരും കൂടെ ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ഡ്രൈവർ ബ്രോ ഇവിടെ. ടൈഗർ നെസ്റ്റ്. എന്തെങ്കിലും രാവിലെ നാസ്തയോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ വേണ്ടി ഒരുപാട് കടകൾ നോക്കിയിട്ടുണ്ടോ? എല്ലാ കടകളും പൂട്ടിക്കിടക്കണം. കണ്ടില്ലേ, ക്ലോസ്ഡ്. ഇതിൻ്റെ മുന്നേ കയറിയ കടയും ക്ലോസ്ഡ്. സാധനം ചെറിയായിട്ട് എന്തോ ഒരു സാധനം കിഴങ്ങ് എന്തോ ഇത് മേടിച്ചിട്ട് ഇറങ്ങണം. ഉണ്ടായി വെലോസ്റ്റർ.
പാറോ ടൗൺ എത്തി. നമ്മൾ കാണുന്നൊക്കെ പാറോ ടൗൺ ആണ്. ഉണ്ടല്ലേ പാറോ ടൗൺ. സ്കൂളിലേക്ക് പോകാൻ പിള്ളേരാണ്. കംപ്ലീറ്റ് ഭൂട്ടാനീസ് ട്രഡീഷണൽ ഡ്രസ് എടുത്താണ് സ്കൂളിലൊക്കെ പോകുന്നത്. യൂണിഫോം ഒക്കെ നല്ല തണുപ്പുണ്ടല്ലോ. എന്താ കാറ്റാണ്. ടൈഗർ മൊണാസ്ട്രിയുടെ അടുത്തെത്തി. ഇപ്പോൾ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറേ വളവും തിരിവൊക്കെ ആയിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക വണ്ടി. കാണിച്ചു തരാം. ഇവിടെ ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ പണി കിട്ടും. വളരെ ചെറിയ റോഡാണ് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴാണ് ഇഷ്യൂസ് വരിക. ഇത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ടീംസിൻ്റെ ഇതാണ് നമ്മുടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ചായയും നൂഡിൽസും, മാഗി നൂഡിൽസ്. ഈ ഫോർഗി കാണുന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ കഴിച്ചത്. മൊത്തം 425 റുപ്യ. 5 ചായ, 3 നൂഡിൽസ്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്, പിന്നെ ഒരു കപ്പ് നൂഡിൽസ്, എല്ലാം കൂടി 425. ക്യാരംസിൻ്റെ ബോർഡൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ ഡ്രൈവർമാർക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ. വരുന്നവരെ ഒന്ന് കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വെരി നൈസ്. പിടിക്കുകയോ എൻ്റെ പൊന്നൊന്നും പറയാനില്ല. ദൈവത്തോട് നിങ്ങളായിരിക്കും കപ്പ് ഓഫ് നൂഡിൽസ് തിന്നരുത്. ഒരുമാതിരി ലൈം ടീക്ക് അകത്ത് കുറെ നൂഡിൽസ് പറക്കിയിട്ട പോലെ. ഈശ്വരാ, എന്താവും എന്താ മേളിൽ കയറുമ്പോൾ. ടോയ്ലറ്റ് ഉണ്ടായിരുന്ന കൊല മാറിയില്ലേ വെസ്റ്റ് ബംഗാൾ ടീം. അവരെ കയ്യിലുണ്ടായ സ്വെറ്ററും ജാക്കറ്റും മഫ്ലറും എല്ലാം എടുത്തിട്ട് ഞാൻ നിട്ടു. ഒമ്പാത് തണുപ്പാ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ചൂടാവെന്ന് പറയുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് എടുക്കണം, 300 റുപ്യ ടിക്കറ്റ്. അങ്ങനെ നമ്മള് വാഷ്റൂം ഉപയോഗിച്ചു. 20 റുപ്യ കൊടുക്കാൻ മാത്രല്ല വെള്ളവും ഇല്ല. കുഴപ്പമില്ല, വെള്ളം യൂസ് ചെയ്യല്ലോ. ലാട്രിന്റെ ഒരു തുള്ളി വെളിയിൽ ഒരു തുള്ളി വെള്ളം വീഴുന്നത് തീർന്ന വീണ 500 രൂപ ഫൈൻ. ഈ ഓരോ റൂളെ പോരാത്തിന് ഇവിടെ കേറാൻ 500 റുപ്യ വേറെ. നമ്മള് കഷ്ടപ്പെട്ട് മുകളിൽ കയറി അങ്ങോട്ട് 500 റുപ്യ കൊടുക്കണം. ക്യൂ നിൽക്കുവാണേ. സ്റ്റുഡന്റ് ഒക്കെ ആയിരുന്ന ഐ ഡി കാർഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കിട്ടിയ. ഒന്നുമില്ല കയ്യില്. സോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, ഡെറ്റോളിന്റെ സോപ്പുണ്ട്. കേക്ക് മരവിച്ചു പോയി. ഏതായാലും ടിക്കറ്റ് എടുക്കട്ടെ. 500 റുപ്യ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറാണിത്. ഒക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്ന വെസ്റ്റ് ബംഗാൾ ടീംസാണ് ഇവർ മൊത്തം. കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ, ബീഹാർ ആ ഏരിയയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാ. ഇപ്പോൾ ഒരു പൂജാവധിയൊക്കെയാണ്. അതുകൊണ്ട് കുറേ ആൾക്കാർ കയറി വന്നിട്ടുണ്ട്. ഇതാണ് 500 രൂപയുടെ ടിക്കറ്റ്, നോൺ റീഫണ്ടബിൾ ടിക്കറ്റ്. എൻട്രൻസ്, ഇവിടെയാണ് എൻട്രൻസ് കൊടുക്കേണ്ടത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് നടക്കുന്ന നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതാ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും നടക്കാം. നമ്മുടെ സുബ്ബുനും തുടങ്ങി വ്ളോഗിങ്. സുബ്ബുവിന്റെ ചാനൽ ഏതാണ്? ശബരീഷ് മഹേഷ്.
എന്റെ പേര് തന്നെ ശബരീഷ് മഹേഷ്. വേറെ നിട്ടില്ല പേര് മാറ്റാം. അവിടം വരെ എത്തണം ഇനി. എത്തും അല്ല 2 മണിക്കൂർ എടുത്ത് നമ്മൾ എത്തിയിരിക്കും. വെല്ലുവിളി ഏറ്റേക്കുമല്ലേ. ചൂടായി തുടങ്ങി കേട്ടാ. ചാലഞ്ച്. താഴെ നിൽക്കുന്നവരെ ഫോട്ടോസും കാത്തിരിപ്പ. തരില്ല, കൊടുക്കില്ല അല്ലേ. കുട്ടികളുടെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണമാണ്. വെറൈറ്റി ഭക്ഷണമാണ്. വെറൈറ്റി ഭക്ഷണം. പക്ഷികളെ ക്യാമറയിൽ കിട്ടിയെന്ന് അറിയില്ല. കിതക്കാനൊക്കെ തുടങ്ങി. തണുപ്പാണ്, വെയിലുണ്ട്, പക്ഷെ എന്നാലും തണുത്തൊരു കാറ്റടിക്കുന്നുണ്ട്. പക്ഷികളെ മാക്സിമം നോക്കി കിട്ടാൻ. പെട്ടെന്ന് പറഞ്ഞു, കുറച്ച് വലിയ പക്ഷികളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ബ്ലൂ പൈൻ 2018 81 വർഷം പഴക്കം. 95.4 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. ഓ സൂപ്പർ. ഇനി കുത്തനുള്ള കയറ്റാണ്. ഏതാണ്ട് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് നടന്നു. ചത്തു. തുടക്കത്തിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ പിന്നീട് അങ്ങോട്ട് സ്ലോപ്പായിരുന്നു. കുത്തണ കയറ്റായിരുന്നു. അവിടെ സ്ലോ ആയി. പിന്നെ അവിടെ കയറ്റി മണ്ണ് ഒരുമാതിരി ഇടിഞ്ഞ ഇതായിരുന്നു. പിന്നെ ചളിയൊക്കെ ഉണ്ടായത്. ഈ എന്താ പറയുക, ചെറിയ ചെറിയ തോട് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്രോസ് ചെയ്ത് തരണം. ഓ ചളിയാണ്, സ്റ്റിപ്പൊക്കെ ആവും. അപ്പോൾ അത് തട്ടാണ്ട് കണ്ട് ചാടിയിട്ടൊക്കെ ഇനിയും പോകണ്ട്. അതാണ്ട ഇവിടെ എത്തണം. ചെയ്യണ്ട വ്യൂ നോക്ക്. ഓ കിടു വ്യൂസ്. ഇവരൊക്കെ റെസ്റ്റ് ചെയ്യണം. ഭൂട്ടാൻ ലോകത്തിലെ ഏറ്റവും എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കിന് ഭയങ്കര നിയന്ത്രണമാണ്. എന്താ വേസ്റ്റ് പ്ലാസ്റ്റിക് എല്ലാം അതിൻ്റെ അകത്ത് ഇടണം. മറ്റെവിടെയും വേസ്റ്റ് ഇടാതെ നോക്കണം. ഇവിടെ മൊത്തം ക്ലീൻ, എവിടെയും വേസ്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ബ്രൗൺ 121 വർഷം പഴക്കം. ഇവിടെ വെള്ളം കിട്ടും കണ്ട. കുടിക്കാനും പറ്റുമെന്ന് വിചാരിക്കണം. കാണുന്നതാണ് ടൈഗർ മൊനാസ്ട്രി. അതിൻ്റെ നേരെ താഴെ ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ ഒരു ചെറിയ കേവ് ഉണ്ട്. ക്യാൻറ്റീൻ എത്തി. ഇതാണ് ക്യാൻറ്റീൻ. പിന്നെ ഇവിടെ സോനിയ ഷോപ്സ് ഒക്കെ ഉണ്ട്. ഭൂട്ടാൻ ട്രഡീഷണൽ ഡ്രസ്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുന്നു. ഇതാണ് ക്യാൻറ്റീൻ.
എനിക്ക് ചുറ്റും കണ്ട പ്രയർ ഫ്ലാഗ്സ് കംപ്ലീറ്റ് കണ്ട അങ്ങനെ താഴോളം വരും. കംപ്ലീറ്റ് ആണ്. ചിലതൊക്കെ നല്ല പഴക്കമുണ്ട്, ചിലതൊക്കെ പുതിയതാണ്. അതാണ് ശരിക്കുള്ള റൂട്ട്. ഞാൻ ഷോർട്ട് കട്ട് എടുത്തത്. ഇനി ഏതാണ്ട് 20 മിനിറ്റ് മുമ്പ് നടക്കുന്നുണ്ട്. ഇതുണ്ട ഒരുപാട് മിനി സ്റ്റൂപ്പാസ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് കുറേ ഉണ്ട്. കോണ് പോലത്തെ ഷേപ്പിൽ ഈ വരുന്ന വഴിക്കല്ലേ കാണാം, ഹൈവേയുടെ സൈഡിലൊക്കെ കാണാം, പാറകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാട്ടത്. വെള്ള, ഗോൾഡ്, സിൽവർ, പിന്നെ വേറെയും കുറേ കളറിലൊക്കെ ആയിരിക്കും. പിന്നെ കല്ലുകൊണ്ട് ഇങ്ങനെ അട്ടി വെച്ചിട്ടുണ്ട് ചിലയിടത്തൊക്കെ. അത് ഇതിൻ്റെ ഭാഗമാണെന്ന് അറിയില്ല. എന്നൊക്കെ അടിയിലൊക്കെ ഉണ്ട്. ആയിരത്തി 1926 ഇദ്ദേഹം ജനിച്ച് ഈ ഒരു കേവിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര് അവിടെ എഴുതിയിട്ടുണ്ട്. പേര് വായിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അദ്ദേഹം ജനിച്ചത് തന്നെ മെഡിറ്റേഷൻ ചെയ്തതും ഇവിടെ തന്നെയാണ്. ഏതാണ്ട് ടൈഗർ നെസ്റ്റിൻ്റെ അടുത്തെത്തി. ഒരു 10 മിനിറ്റ് കൂടെ നടന്നാൽ എത്തും. ഏതാണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് താഴെ നിന്ന് നോക്കി കണ്ട സാധനം ചെറുതായി നോക്കി കണ്ടതാണ് ഇപ്പോൾ വലുതായിട്ട് നേരെ മുന്നിൽ കാണാൻ പറ്റുന്നുണ്ട്. വാ, സംഭവം സൂപ്പറാണ്. ട്രക്ക് ചെയ്യാന്ന് വെച്ചാൽ നല്ല, ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ ട്രക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ വടി വെച്ചിട്ട് കുത്തിയത് കിടക്കുന്നുണ്ട്. ഇതിനെക്കാട്ട് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ കഴുതപ്പുറത്തും അല്ലെങ്കിൽ കുതിരപ്പുറത്തൊക്കെ കയറിയിട്ട് പോയിട്ട് വരാം. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇടം വരെ നടന്ന് വരാൻ പറ്റുക. മണാലിയിലെ ജോളി ഫോൾസ് അവിടെയാണ് ഇതിന് മുന്നേ ഞാൻ ഈ ട്രിപ്പിൽ ട്രക്ക് ചെയ്തത്. അതായത് നല്ലോ ട്രക്ക് ചെയ്തത്. അതിന് ശേഷം ഇതാണ് കുറച്ചുകൂടി നല്ലത്. ആൾക്കാരിവിടെ ഫോട്ടോ എടുക്കാൻ നിർത്തിയാണ്. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അതാണ് മൊണാസ്ട്രി. ഇനി താഴോട്ടേക്ക് ഇറങ്ങും. സ്റ്റെപ്സ് ഉണ്ട്. എവിടെ ഇറക്കണം ഇങ്ങനെ പോയി കറങ്ങി ഇവിടം വരെ എത്തി. നമ്മുടെ സുബ്രി ഭാഗത്ത് എവിടെയുണ്ട് ഉറപ്പാണ്. അവനെ ബാക്കിലെവിടെയും കണ്ടില്ല. അവൻ എൻ്റെ മുന്നിൽ കടന്നു പോയതാണ്. ഈ പാറ നോക്കിയാട്ടെ. കയറ്റം പോരല്ലേ ഇറക്കം. ഒരുപാട് ക്രൗഡാണ്. മലയാളിയാ? എന്താ പേരെന്താ? അങ്ങനെ നമ്മൾ ടൈഗർ നെസ്റ്റ് അടുത്തെത്താറായി. അപ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ കോട്ടയത്ത് നിന്നൊരു ചേട്ടനെ പരിചയപ്പെട്ടു. പേര് സന്ദേശ്, ഡോക്ടർ സന്ദേശ്. നമ്മളെ കണ്ണൂരൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഞാൻ പരിയാരം മെഡിക്കൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാനിപ്പോൾ കോഴിക്കോട് കുതിരവട്ടം മെന്റൽ ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട്. എത്ര ഇവിടെ ഞങ്ങൾ ഒരാഴ്ചയായിട്ട് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. കൂട്ടാൻ മൊത്തം എത്ര ആളുണ്ട്? ഞങ്ങൾ 42 പേരുണ്ട്. 42 പേരുണ്ട്. നമ്മൾ കണ്ടു, ഒരുപാട് മലയാളി ഫാമിലീസിനെ കണ്ടു ഇപ്പൊ കയറി വരുന്നതിൽ. അതെ, മിക്കവരും നിങ്ങളുടെ ഇവിടെ തന്നെ ആയിരിക്കും. എല്ലാം നമ്മുടെ കൂടെ 42 പേരുണ്ട്. ഞങ്ങൾ നാളെ കൂടി ഇവിടെ ഉണ്ടാവും. നാളെ ഞങ്ങൾ തിരിച്ചു പോകും. ഞങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞു അല്ലേ? ഏതായാലും പരിചയപ്പെട്ട് വിടാൻ പറ്റിയ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഇവിടെ വെച്ച് കാണാൻ പറ്റാതെ ഞാൻ വിചാരിച്ചില്ല. തീർച്ചയായും കണ്ടപ്പോൾ മനസ്സിലായി മലയാളി ആയിരിക്കും. മുകളിലോട്ട് പോകും വഴി നൈസൊരു വെള്ളച്ചാട്ടം. ഇപ്പൊ ചൂടായതുകൊണ്ടാന്ന് തോന്നുന്നു വെള്ളം കുറവാണ്.
അവിടെ താഴെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ കാണുന്നത് ക്യാൻറ്റീനാണ്. ഇങ്ങനെ കയറി വന്ന് അവിടെ മുകളിൽ വന്ന് അവിടെ ഞാൻ നേരത്തെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആ റൂം അവിടെയാണ്. അങ്ങനെ താഴെ ഇറങ്ങി വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഭയങ്കര ക്രൗഡാണ്. ഇങ്ങനെ വന്ന് വെള്ളച്ചാട്ടത്തിൽ കയറി മുകളിലേക്ക് വന്ന് അതിനകത്തോട് കയറണമെങ്കിൽ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. ആ കൗണ്ടറിന് ടോക്കൺ എടുത്തതായി ഈ ഒരു സേഫ് റൂമിലോട്ടാണ്. രജിസ്ട്രേഷൻ കുറേ നേരം ലോക്കറിൻ്റെ ചാവി ഇട്ടാൻ നോക്കുന്നത്. ആരെങ്കിലും വരികയാണെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ട്. ആരെങ്കിലും വരികയാണെങ്കിൽ അവരോട് ചോദിക്കുക. അതിനുശേഷം നമ്മുടെ സാധനം വെക്കുക പോവാം. ആരുമില്ല. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങുവാണ്. അകത്തോട്ട് കയറിയിട്ടില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു. ചാവി ആരും കിട്ടിയില്ല. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പിന്നെ അകത്ത് ഏതായാലും ക്യാമറയും ഫോണും അലൗഡ് അല്ല. പോരാത്ത ഇന്ന് താഴെ ഇറങ്ങും വേണം ബോർഡറിലേക്ക്. നാളെ കൊൽക്കത്ത പിടിക്കും വേണം. അതുകൊണ്ട് ഏതായാലും താഴോട്ട് ഇറങ്ങിയാണ്. നമ്മളുടെ ബംഗാൾ ടീംസിനെ കിട്ടി. 1, 2 രണ്ടുപേരും കിട്ടി. സുബ്രുവിനെ ഇനിയും കിട്ടിയിട്ടില്ല. മിസ്സിങ്. പറഞ്ഞ പോലെ ആ ചെക്കൻ ഗുഹക്കത്ത് കയറിയോ? നോ ഐഡിയ. पता नहीं आपके साथ नहीं था, हमारे साथ नहीं था। मे भी आधा रास्ता रिटर्न चला गया। रिटर्न चला गया आपने? पता नहीं, मे भी रिटर्न तो नहीं चला गया. कैफेटेरिया में भी नहीं देखा। नहीं देखा. आपने चाय पिया? हाँ कैफेटेरिया में रुके हम। कितना चाय कितना? 40 रुपीस बस. हाँ. और बिस्किट? 4 बिस्किट. അതായത് 40 ഉറുപ്പ്യക്ക് ചായയും അതിനപ്പോൾ 4 ബിസ്ക്കറ്റും കിട്ടുകയാണെങ്കിൽ പിന്നെ അത് കുടിച്ചിട്ട് പോയാൽ പോരെ. എന്നാൽ നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. ടൈഗർ നെസ്റ്റ് പണിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കല്ലും മണ്ണും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഏരിയ ആ പണിയാൻ വേണ്ടി എടുത്ത ഏരിയ ആണ്. ഇതിങ്ങനെ തുറന്നു കിടക്കുന്നത്. ഏതായാലും ഒരു അരമണിക്കൂറായി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. കയറുന്ന അത്ര ബുദ്ധിമുട്ടില്ല ഇറങ്ങാൻ. ഞാൻ കയറിയ റൂട്ടല്ല ഞാൻ ഇറങ്ങുന്നത്, വേറെ റൂട്ടിൽ കൂടിയാണ്. ചായയും 5 ബിസ്ക്കറ്റും 132 റുപ്യ. ഇന്ത്യൻ കറൻസും ഭൂട്ടാൻ കറൻസും ഉണ്ട് സെയിം തന്നെ. കോഫി കേട്ടോ, സാധാ ബിസ്ക്കറ്റ്. 1 മണിക്കൂറും കൂടി താഴോട്ടേക്ക്. എല്ലാവരും മുകളിലുണ്ട്. താഴെ ഇറങ്ങുമ്പോഴേക്കും അവർ കുറേ തന്നെ ജോയിൻ ചെയ്യും. നമ്മുടെ നിധുവും ചേച്ചിയും എന്താ ചെയ്യുന്ന ഒരു പിടിയില്ല. അവിടെ പോയി നോക്കണം. അവരൊറ്റക്കാണ്. അവർ ബോർഡടിച്ചിരിക്കുന്നുണ്ടാവും.
4-5 മണിക്കൂർ ട്രെക്ക് ചെയ്ത് മുകളിൽ പോയി ടൈഗർ നെസ്റ്റ് സന്ദർശിച്ചു. ഇതാ തിരിച്ചിറങ്ങി. കുറച്ചുകൂടെ ഉള്ളൂ, ഇനി ഏതാണ്ട് 100-200 മീറ്ററും കൂടി ഉള്ളൂ. കൂടി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി എത്തി. ഇനി മുകളിൽ 3 ടീംസ് കൂടെ ഉണ്ട്, താഴെ 2 പേരുണ്ട്. ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ ഇപ്പുറത്തുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ റെസ്റ്റോറൻറ്റിലേക്ക്. വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന ചായ കിട്ടിയ ചായയും കുടിക്കും. നമ്മളെ സുബ്രു ഭായ് നന്നായി തള്ളുന്നുണ്ട്, തള്ളി മറിക്കുന്നുണ്ട്. തള്ളി മറിക്കണ്ട, മല മിക്കവാറും ഞാൻ ഫുള്ള് കേറി കണ്ട് ഗുഹയ്ക്കകത്തും കേറി ഇറങ്ങി. മറ്റേ അവിടെ ഒരു അമ്മയുടെ ഗുഹയുണ്ട്, എന്നുവെച്ചാ ഒരു വുമൻ. അപ്പൊ ആ ഗുഹയിലും കയറി കണ്ട. ഞാൻ ഫുള്ള് കണ്ട്, സൂപ്പർ. അവിടുത്തെ വാട്ടർഫോളിന്റെ വെള്ളം കുടിച്ച് ഷോർട്ട് കട്ടാണ് തിരിച്ചു വന്നത്. എന്റെ പൊന്നോ, കാലൊക്കെ പോയി, എന്റെ കാലിരുന്ന് വിറയ്ക്കുന്നു. ഞാൻ വാട്ടർഫോൾ ആണ് ഉദ്ദേശിച്ചത്. പെട്ടെന്ന് അടിക്കണ്ട. നമ്മളെ നിധുവും നമ്മളെ ഡ്രൈവറും ഒരിഞ്ഞ വാശിയാണ്. ആര് ജയിക്കും? എനിക്ക് ഏതൊന്ന് പറയും. ഒപ്പത്തിനൊപ്പം ചായ മതി. രണ്ടുപേരും. കോഫി ഉണ്ടോ? ചായ മതി. നല്ല കിടു കളിയാണ് രണ്ടുപേരും. നമ്മളിപ്പോൾ പാറോ ടൗൺ എത്തി. പാറോ ടൗൺ എത്തി, പ്രോപ്പർ ടൗണാണ്. നമ്മളിപ്പം പോകുന്നത് നേരെ ഫിഷലിങ്ങിലേക്കാണ്, നമ്മുടെ ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിലേക്ക്. നാളെ നമ്മുടെ ഉദ്ദേശം കൊൽക്കത്തയാണ്. കൊൽക്കത്താൻ്റെ പരമാവധി നമ്മൾ പിടിക്കും, കാരണം ഏതാണ്ട് 600 കിലോമീറ്റർ ഉണ്ട്. പിന്നെ പറ്റുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ബംഗ്ലാദേശിൻ്റെ ഗേറ്റ് വരെ പോവും, തിരിച്ചു വരും. അത്രേ ഉള്ളൂ. നിനക്കെന്തോ പറയാണ്ടായിരുന്നല്ലോ. റാഷിദ് എന്നോട് ചോദിച്ചതാണ്, ആ ഡ്രൈവറോട് ചോദിച്ചതാണ് ഈ പുഴയിൽ എന്തൊക്കെ മീൻ ഉണ്ടാവില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് മത്തി അയിലുണ്ടാവുന്നതാണ്. ഡ്രൈവർക്ക് അറിയില്ലാന്ന്. ഞാൻ എന്തിനു ഉത്തരം പറയണ്ട അവനോട്. അങ്ങനെ നമ്മള് പാറോ എയർപോർട്ടിന്റെ നേരെ റൺവേ ആട്ടായി, ബാക്കിൽ കാണുന്ന റൺവേ ആണ്. അങ്ങനെ ഇവിടെ എത്തി. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഞാനും ഇത് ഇവിടെ എത്തി. നമ്മുടെ ചേച്ചിയും സുബ്രവും കൂടി എത്താണ്ട് അവരും കൂടി എത്തുകയാണ്. ഇതാ എത്തി.
നമ്മള് മറ്റേടത്ത് നിർത്തിയല്ലോ, ഏത് പാറ എയർപോർട്ടിൻ്റെ അടുത്ത്. അവിടെ നിന്ന് നമ്മുടെ പോലീസുകാർ ഓടിച്ചു, പട്ടാളക്കാർ വന്ന് നമ്മളെ ഓടിച്ചു. എന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നു, കുറച്ചുകൂടെ നല്ലൊരു സ്പോട്ടാണ്. ഇതാണ്ട രാജാവും ഭാര്യയും കുട്ടിയും. ഇവിടെ കുറച്ചുകൂടെ നല്ലൊരു ലൊക്കേഷനാണ് തോന്നുന്നത്. ആ കാണുന്ന കെട്ടിടം ഏതാണ്ട് 200 വർഷം പഴക്കമുണ്ട്. അതിന് 200 വർഷം മുകളിൽ നമ്മൾ ഡ്രൈവർ പറഞ്ഞത്. നൈഫ് ഹെറിറ്റേജ് ഇപ്പം അതിൻ്റെ പേര്. ഒരു ഹോട്ടൽ മാതിരി, ഹെറിറ്റേജ് റിസോർട്ട് മാതിരി ആക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പരിപാടി തന്നെ. രാവിലെ കാണാൻ നല്ല ഭംഗി. അതിൻ്റെ മതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ, ചളിയാണ്. പക്ഷെ അവിടെ അതിൻ്റെ ഉള്ളിൽ താമസമില്ല, ഇവിടെ താഴെയാണ് താമസമുള്ളത് മൊത്തം. ചേച്ചി എന്താ വാങ്ങിയ? ആപ്പിള് മാത്രം, ഇത് ഓറഞ്ച് അല്ല, ഇതൊരു മുളക് പോലെ ഉണ്ടോ, തക്കാളി പോലെ ഉണ്ടല്ലേ? ആ ഇത് നല്ല ടേസ്റ്റ് ഫ്രൂട്ട് ആട്ടോ. ഫ്രൂട്ടാണോ ये फ्रूट है ना, ऐसा ही खाता है ना, ऐसा ही खाता है. അമ്മ എനിക്ക് അമ്മ ഫോൺ താരാന്നാ. हाँ इधर ये हो गया ना. हाँ തക്കാളി പോലെ ഇരിക്കും, പക്ഷെ ഇങ്ങനെ തന്നെ കഴിക്കാം. അത് ഭൂട്ടാന്റെ ആപ്പിള്, ചേപ്പിള്. ഇതല്ല എന്തോ वो तक्काली है. കുഞ്ഞി തക്കാളി, കുഞ്ഞി തക്കാളി. വാൽനട്ട് इसका कितना है? एक 5 piece, 20 rupees. 25 rupees, 20 rupees. കുറച്ചുകൂടെ ആവാണ്ട്, കുറച്ചുകൂടെ പഴുക്കാണ്ട്. ഇത് കുറച്ചുകൂടെ പഴുക്കാണ്ട്. തക്കാളി പോലെ ഇരിക്കും, കടിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ പോലെ ഇരിക്കും. ആപ്പിള് പോലെ കല്ലുണ്ടല്ലോ, കട്ടിയുണ്ടല്ലോ. ആപ്പിള് പോലെ കട്ടിയുണ്ടോ? എങ്ങനെയുണ്ട്? കടിക്കാൻ വയ്യ. ആ ഹെൽമെറ്റ് ഊരിയാ ഇത് എടുക്ക്, ദാ എൻ്റെ കയ്യില് സാധനം ഇരിക്കുന്നു. ഞാൻ എടുത്തില്ല, എങ്ങനെ വെച്ചതേ ഉള്ളൂ. അത് ഇങ്ങനെ അത് ഊരാൻ പറ്റത്തില്ല, ലൂസാക്കി ലൂസാക്കി ഇട്ടേക്കുക. വാൽനട്ട് കാശ് കൊടുക്കാതെ എടുക്കുന്നത്. അല്ലല്ല, പൈസ കൊടുത്തു. 30 റുപ്യ. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. കൊള്ളാമല്ല. മുളക്, റൈസ് റൈസ്, നെൽപ്പാടം, ക്യാരറ്റ്, കുമ്പള്. ഇതേപോലത്തെ പച്ചക്കറി മാർക്കറ്റ് ഇവിടെ എല്ലായിടത്തും ഇതേപോലെ ഷെഡ് ഉണ്ടാവും വെച്ചിട്ട്. വരുന്ന വഴിക്ക് എല്ലായിടത്തും കണ്ടു. ഇതാ നെൽപ്പാടം. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര എല്ലാം കഴിഞ്ഞു. 2 മണിക്കൂർ ചെക്ക് പോസ്റ്റ് അടിച്ച് എല്ലാം കഴിഞ്ഞ് ഇതാ തിരിച്ച് റൂമിലെത്തി. നമ്മൾ ഇന്ത്യയിലാണ് ഇപ്പോൾ ഉള്ളത്. ജയ്ഗോണിൽ റൂം എടുത്തു. ഭൂട്ടാൻ തീർന്നു. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്, നാളെ കാണാം.